തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പയോടുകൂടെ വളരെ ഹൃദ്യമായ ഒരു സായാഹ്നം ചെലവഴിച്ച ഒരനുഭവം കേരളത്തിലെ ഒരു മെത്രാൻ ഇങ്ങനെ പങ്കുവച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ പിതാക്കന്മാരോട് പറഞ്ഞു, ഇവിടെ ഇന്ന ഭാഗത്താണ് വാഷ്റൂം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് പോകാം, ഇവിടെ വെള്ളം ഇരിക്കുന്നുണ്ട്, നിങ്ങൾ കഴിക്കാം. ഇതിനൊക്കെ ശേഷം അദ്ദേഹം തൻ്റെ ചെയർ തനിയെ നീക്കിയിടാൻ ശ്രമിച്ചു. അങ്ങനെ ചിലരൊക്കെ സഹായിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ ചേർന്നിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ചർച്ച് ഈസ് ദ സാക്രമെൻ്റ് ഓഫ് ക്ലോസ്നെസ്. അടുപ്പത്തിൻ്റെ കൂദാശയാണ് സഭ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് വിലയിരുത്താം, നമ്മൾ ഏത് രീതിയിലുള്ള ഒരു സാക്ഷ്യമാണ് മറ്റുള്ളവർക്ക് നൽകുന്നത്. നമ്മുടെയും ജീവിതം ഒരു അടുപ്പത്തിൻ്റെ കൂദാശയാവേണ്ടതല്ലേ? ഇന്ന് മനുഷ്യൻ വല്ലാതെ ദൈവത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും സ്നേഹത്തിൽ നിന്നുമൊക്കെ വ്യതിചലിച്ചു പോയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 82 വയസ്സിലധികം പ്രായമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ചേർന്നിരിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. ക്രിസ്തീയത മനുഷ്യനോട് ചേർന്നിരിക്കാൻ വന്ന ദൈവത്തെ ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർന്നിരിക്കേണ്ട ഒരുപാട് ജീവിതങ്ങളുണ്ട്. മാതാപിതാക്കളാകാം, ജീവിത പങ്കാളിയാകാം, മക്കളാകാം, നമ്മളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരാകാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കും ചേർന്നിരിക്കാൻ തീരുമാനമെടുക്കാം. കുറേ കൂടെ ഹൃദ്യമായ ഇടപെടലുകളോടെ നമുക്ക് ആ സ്നേഹത്തെ, ആ ക്ലോസ്നെസ്സിനെ പങ്കുവയ്ക്കാൻ സാധിക്കട്ടെ.